നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് ആധുനിക മാംസ സംസ്കരണശാല കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സമാപിച്ചു. പാടത്തേക്ക് മലിനജലം ഒഴുക്കുന്നതായി പരാതി. +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിക്ക് ആദരവുമായി കാണിപ്പയ്യൂർ താഴ്വാരം കൂട്ടായ്മ. ട്രോപ്പിക്കൽ ഹെൽത്ത് ഫൗണ്ടേഷനെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് വക സ്കൂൾ ബസ്. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് ആധുനിക മാംസ സംസ്കരണശാല കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ആധുനിക മാംസ സംസ്കരണശാല നിർമ്മിക്കും. നിർമ്മാണ ഘട്ടത്തിന്റെ ഭാഗമായി ശുചിത്വ മിഷൻ നിർദ്ദിഷ്ട അറവുശാല സ്ഥലം സന്ദർശിച്ച് സംതൃപ്തി രേഖപ്പെടുത്തി. മാംസ സംസ്കരണശാല ശുചിത്വ മിഷൻ വഴി നിർമ്മിക്കാൻ അനുമതി നൽകുന്നതിനായി നാളെ ഉച്ചയ്ക്ക് 12-ന് അടിയന്തര കൌൺസിൽ യോഗം ചേരും. തുറക്കുളം മാർക്കറ്റിനോട് ചേർന്നുള്ള 50 സെന്റ് സ്ഥലത്താണ് മാംസ സംസ്കരണശാല നിർമ്മിക്കുക. തുറക്കുളം മാർക്കറ്റിൽ ഇതിനാവശ്യമായ സ്ഥലം നഗരസഭ ശുചിത്വ മിഷന് വിട്ടുകൊടുക്കും. അറവുശാല നിർമ്മാണത്തിന് മുമ്പ് IRTCയുമായാണ് നഗരസഭ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരുന്നത്. എന്നാൽ IRTCക്ക് ആധുനിക രീതിയിൽ മാംസ സംസ്കരണശാല നിർമ്മിക്കാനുള്ള യോഗ്യതയില്ലെന്ന് സംസ്ഥാന ശുചിത്വ മിഷൻ കണ്ടെത്തിയിരുന്നു. IRTCയുമായുള്ള കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശുചിത്വ മിഷൻ കത്തും നൽകിയിരുന്നു. 10 കോടി രൂപയിൽ താഴെ ചെലവ് വരുന്ന രീതിയിലാണ് മാംസ സംസ്കരണശാല നിർമ്മിക്കുക. നിലവിൽ തുറക്കുളം മാർക്കറ്റ് നിർമ്മാണ കമ്പനിക്ക് നൽകിയ സ്ഥലത്തിന് പുറമെ 35 സെന്റ് സ്ഥലമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. തുറക്കുളം മാർക്കറ്റ് നിർമ്മാണ കമ്പനിയുമായി ചർച്ച ചെയ്ത ശേഷം 15 സെന്റ് സ്ഥലം നഗരസഭ ഏറ്റെടുത്ത് ശുചിത്വ മിഷന് നൽകണം. ഇതിനുശേഷമായിരിക്കും പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുക. മാംസ സംസ്കരണശാല ആരംഭിക്കാൻ ആവശ്യമായ എല്ലാവിധ നടപടിക്രമങ്ങളും ശുചിത്വ മിഷൻ ഏറ്റെടുത്ത് പൂർത്തീകരിക്കും. നിലവിൽ 2 ഏജൻസികളാണ് സംസ്ഥാനത്ത് ആധുനിക മാംസ സംസ്കരണശാല നിർമ്മിക്കാൻ യോഗ്യത നേടിയിട്ടുള്ളത്. ശുചിത്വ മിഷൻ പ്രൊജക്ട് തയ്യാറാക്കി നഗരസഭയ്ക്ക് കൈമാറും. നഗരസഭയാണ് കമ്പനികളുമായി ടെൻഡർ നടപടികൾ നടത്തേണ്ടത്. പദ്ധതി പ്രവർത്തനാവശ്യമായ ഫണ്ട് കിഫ്ബി വഴി നഗരസഭയ്ക്കും കൈമാറും. മാംസ സംസ്കരണശാല പൂർണ്ണമായും യന്ത്രവൽകൃതമായിരിക്കുമെന്ന് ശുചിത്വ മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ PV മോഹനൻ പറഞ്ഞു. യാതൊരുവിധ പരിസര മലിനീകരണവും ദുർഗന്ധവും ഇല്ലാത്ത വിധത്തിലായിരിക്കും ശാല നിർമ്മിക്കുക. ഒരു ദിവസം 50 വലിയ മാടുകളെയും 25 ചെറിയ മാടുകളെയും അറക്കുവാൻ കഴിയുന്ന വിധത്തിലായിരിക്കും ശാല പ്രവർത്തിക്കുക. സംസ്കരണശാലയോടനുബന്ധിച്ച് മാംസാവശിഷ്ടങ്ങളും മത്സ്യ മാർക്കറ്റിലെ അവശിഷ്ടങ്ങളും കോഴി മാലിന്യങ്ങളും സംസ്കരിച്ച് പൊടിയാക്കി വളമായി വിൽക്കാൻ കഴിയുന്ന റെൻഡറിംഗ് പ്ലാന്റും സ്ഥാപിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനാവശ്യമായ സ്ഥലം നഗരസഭ ഏറ്റെടുത്ത് നൽകണം. ഈ മാസം 12-ന് ചേരുന്ന കിഫ്ബി യോഗത്തിൽ നഗരസഭയുടെ മാംസ സംസ്കരണശാല പദ്ധതി സമർപ്പിക്കണം. ഇതിനാവശ്യമായ അനുമതി സംസ്ഥാന ശുചിത്വ മിഷനെ നഗരസഭ നൽകണം. ഇതിനു വേണ്ടിയാണ് നാളെ അടിയന്തര കൌൺസിൽ യോഗം ചേരുന്നതെന്ന് നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. കൌൺസിൽ അനുമതി ലഭിച്ചാൽ മറ്റു നടപടികൾ ശുചിത്വ മിഷൻ വേഗത്തിലാക്കും. സംസ്ഥാനത്ത് മാംസ സംസ്കരണശാല നിർമ്മാണത്തിന് കിഫ്ബി 100 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ശുചിത്വ മിഷൻ ജില്ലാ ടെക്നിക്കൽ ഓഫീസർ MS ധന്യ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാജി ആലിക്കൽ, സുമ ഗംഗാധരൻ, കൌൺസിലർ KA അസീസ്, സെക്രട്ടറി ഇൻചാർജ് ബിനോയ് ബോസ്, ഹെൽത്ത് സൂപ്പർവൈസർ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. ഫണ്ട് കിഫ്ബി ശുചിത്വ മിഷൻ വഴിയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കിഫ്ബിന്ന് ശുചിത്വ മിഷൻ വഴിയാണ് കൊടുക്കുക. അപ്പൊ നഗരസഭയുടെ റോൾ എന്താ? നഗരസഭ ആണ് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡർ. ഇവരാണ് നടപ്പിലാക്കുന്ന ആളുകൾ. ഇവർക്ക് ആണ് ആവശ്യം. അപ്പോൾ ഇവർ ലാൻഡ് തരണം, അതിനാവശ്യമായ ഇലക്ട്രിസിറ്റി വേണം, വെള്ളം വേണം, ഈ അനുബന്ധ സൗകര്യങ്ങളെല്ലാം. കോടതി പ്രൊസീജിയർ വരുമ്പോൾ ആരാണ്? നഗരസഭയാണോ? തീർച്ചയായിട്ടും ഇത് ആരാണ് ഓൺ ചെയ്യുന്നത്? നഗരസഭയുടെ പേരിലല്ലേ ഭൂമി? അതെ, അവരുടെ പേരിലായിരിക്കും ലൈസൻസ് ഉണ്ടാവും. ഇതിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനവും ശുചിത്വ മിഷനാണല്ലോ. നിർമ്മാണ പ്രവർത്തനം ടെക്നിക്കൽ സാങ്ക്ടിറ്റി മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഞങ്ങൾ ആസ് എ ഗവൺമെന്റ് ഏജൻസി ഇതിന്റെ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് കൊടുത്തുകൊണ്ട് നഗരസഭ ഇത്രയും കാലം നാട്ടിൽ ചെയ്തെന്താ? അവർക്ക് എക്സ്പെർട്സ് ഇല്ലായിരുന്നു. അവർ ഏതെങ്കിലും ഒരു എഞ്ചിനീയർ പറയും, അല്ലെങ്കിൽ മുനിസിപ്പൽ എഞ്ചിനീയർ ഡ്രോയിങ് വരയ്ക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ട് അത് ഓക്കെ പറയിപ്പിക്കും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ടുപോയിട്ട് സാങ്ഷൻ വാങ്ങിക്കും. അതെല്ലാം കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സമാപിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മെയ് 1 മുതൽ 25 വരെ നടന്നു. അതിന്റെ ഭാഗമായി കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 19 ബൂത്തുകളിലായി 3200 മെമ്പർമാരെ ചേർത്തു. മെമ്പർഷിപ്പ് ക്യാമ്പയിന് ബൂത്ത് പ്രസിഡന്റുമാർ നേതൃത്വം നൽകി. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ
എന്നിവരും ഇതിനോട് സഹകരിച്ചു. യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ തികച്ചും ജനാധിപത്യപരമായ രീതിയിലാണ് ഈ ക്യാമ്പയിൻ പൂർത്തീകരിച്ചത്. പാർട്ടി താഴെത്തട്ടിൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസം മുതൽ ബൂത്ത് കമ്മിറ്റി മുതലുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. കാട്ടകമ്പാൽ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ, മണ്ഡലം പ്രസിഡന്റ് MS മണികണ്ഠൻ എന്നിവർ മേൽനോട്ടം വഹിച്ചു. കാട്ടകമ്പാൽ മണ്ഡലത്തിലെ 19 ബൂത്തുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. കാട്ടകമ്പാൽ മണ്ഡലത്തിൽ നിന്ന് ഏകദേശം 3200ഓളം അംഗങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗങ്ങളായി ചേർക്കാൻ സാധിച്ചു എന്നതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. 19 ബൂത്തിലെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റുമാരാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കാട്ടകമ്പാൽ മണ്ഡലത്തിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രവർത്തകരും നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നടത്തുന്ന ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. പാടത്തേക്ക് മലിനജലം ഒഴുക്കുന്നതായി പരാതി. സ്വകാര്യ വ്യക്തിയുടെ ക്വാർട്ടേഴ്സിൽ നിന്നും മലിനജലം പാടത്തേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. കോട്ടോൽ അരിവായി റോഡിലുള്ള ആനന്ദം ക്വാർട്ടേഴ്സിൽ നിന്നാണ് പൈപ്പ് വഴി മലിനജലം പാടത്തേക്ക് ഒഴുക്കിവിടുന്നത്. വർഷങ്ങളായി ഇത്തരം പ്രവൃത്തി തുടരുകയാണെന്നും പരാതിയുണ്ട്. ക്വാർട്ടേഴ്സിന് സമീപം താമസിക്കുന്ന തൈപ്പറമ്പിൽ മുഹമ്മദ് അലിയുടെ കിണറിന് സമീപത്തേക്കാണ് മലിനജലം ഒഴുക്കിവിടുന്നത്. പഞ്ചായത്തിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടികളും സ്വീകരിച്ചില്ലെന്ന പരാതിയുമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778.
ആദരവുമായി കാണിപ്പയ്യൂർ താഴ്വാരം കൂട്ടായ്മ. കാണിപ്പയ്യൂർ താഴ്വാരം കൂട്ടായ്മയുടെ കുടുംബത്തിലെ +2-ന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ സിഞ്ചു ഷാജിക്ക് താഴ്വാരം പ്രസിഡന്റും കുന്നംകുളം പ്രസ് ക്ലബ് സെക്രട്ടറിയുമായ ജയപ്രകാശ് ഇലവന്ത്ര ഉപഹാരം നൽകി. താഴ്വാരം സെക്രട്ടറി ജയ രവി സ്വാഗതം പറഞ്ഞു. താഴ്വാരം ട്രഷറർ ഉണ്ണികൃഷ്ണൻ, നാരായണൻ നായർ, കൃഷ്ണൻ, ശശി നായർ, രമണി മുരളി, സംഗീത പ്രചോദ് എന്നിവർ സംസാരിച്ചു. ട്രോപ്പിക്കൽ ഹെൽത്ത് ഫൗണ്ടേഷന് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ വക സ്കൂൾ ബസ്. 31 വർഷക്കാലമായി വൈകല്യ ക്ഷേമ പദ്ധതിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഗുരുവായൂർ റോഡ് കുറുക്കൻപാറയിൽ സ്പെഷ്യൽ കുട്ടികളുടെ ഉന്നമനത്തിനായി പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഒരു സ്കൂൾ ബസ് നൽകുകയുണ്ടായി. 70ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ ബുദ്ധിമാന്ദ്യവും സെറിബ്രൽ പാൾസിയും ഓട്ടിസവും ഉള്ള കുട്ടികളാണ് മിക്കവരും. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം എടപ്പാൾ ലാവണ്യ ക്ലബ്ബ് പ്രവർത്തകർ ഏറ്റെടുത്താണ് നടത്തിയത്. പ്രസ്തുത ചടങ്ങിൽ വെച്ച് ലാവണ്യ ക്ലബിന്റെ പ്രവർത്തകരും സാൻഡ് ആർട്ടിസ്റ്റ് ഉദയൻ എന്നിവരും പങ്കെടുക്കുകയുണ്ടായി. ആ അവസരത്തിൽ പുതിയ സ്കൂളിന്റെ താക്കോൽദാനം THFI ചെയർമാൻ ഡോക്ടർ കെ ജേക്കബ് റോയ് ശ്രീ അനിൽകുമാറിന് നൽകി നിർവഹിച്ചു. വിപണി: അടയ്ക്ക പഴയത് 4175 രൂപ, പുതിയത് 4140 മുതൽ 4380 രൂപ വരെ. രണ്ടാം തരം 2900 രൂപ മുതൽ 3400 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളത്ത് ആധുനിക മാംസ സംസ്കരണശാല കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സമാപിച്ചു. പാടത്തേക്ക് മലിനജലം ഒഴുക്കുന്നതായി പരാതി. +2-ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിക്ക് ആദരവുമായി കാണിപ്പയ്യൂർ താഴ്വാരം കൂട്ടായ്മ. ട്രോപ്പിക്കൽ ഹെൽത്ത് ഫൗണ്ടേഷന് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ വക സ്കൂൾ ബസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.